നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കാണ്. ഒരു മുട്ട വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏത് എണ്ണയാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്തതല്ല, ചോപ്പ് ചെയ്തതാണ്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്കുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റാക്കി ഇതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണൊന്നും വേണ്ട, ഒരു നുള്ള്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അതുപോലെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല. ഇത്ര ഇട്ടതിന് ശേഷം ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ടിട്ടില്ല. ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത്, നമ്മൾ 4 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. എഗ്ഗ് പോക്കറ്റ് 4 എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരു മുട്ട മതി. മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മുറിച്ച് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി അതും ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. വേവിക്കാനൊന്നുമില്ല. മുട്ട വെന്ത് കഴിഞ്ഞതാണ്, ഉള്ളിയും വെന്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമ്മൾ പോക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം നമുക്ക്. എഗ്ഗ് ബോക്സ് എന്നാണ് ഇതിൻ്റെ പേര്, ഈ സ്നാക്കിൻ്റെ പേര്. നമ്മൾ സമൂസ ഷീറ്റ് വാങ്ങിച്ചതാണ്. അത് ഇതുപോലെ ഇങ്ങനെ പ്ലസ് ഇട്ടിരിക്കുന്ന പോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ നടുക്ക് നമ്മുടെ ഫില്ലിങ് വെക്കുക. ഫില്ലിങ് എത്ര വേണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കവർ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം വരും. അപ്പോൾ ഞാൻ വളരെ കുറച്ചേ വെച്ചുള്ളൂ. ഏകദേശം ഒരു ടേബിൾ സ്പൂണിലധികം, 1.25 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഇനി നമ്മളിതിൻ്റെ ഒരു സൈഡ് അതിൻ്റെ മേലേക്ക് വെച്ച് മടക്കി കൊടുക്കുക. സൈഡിലൊന്നും ഹോള് വരാത്ത രീതിയിൽ വേണം, അല്ലെങ്കിൽ ഫില്ലിങ് എണ്ണയിലിടുമ്പോൾ പുറത്തേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടീസ്പൂൺ മൈദ ഇതുപോലെ ഗമ്മ് പോലെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഒരു സൈഡ് അകത്തേക്ക് വെച്ചു, പിന്നെ രണ്ടാമത്തെ ഇതുപോലെ അകത്തേക്ക് വെച്ചു. അവിടെയും നമ്മൾ മൈദയുടെ ഈ പേസ്റ്റ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അടുത്ത സൈഡ് അതും ഇതുപോലെ തന്നെ മൈദയുടെ ഈ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. നമ്മൾ 4 മൂലക്കലും ശ്രദ്ധിക്കണം. അതുവഴി ഫില്ലിങ് പുറത്തേക്ക് വരാതെ ഇതുപോലെ പേസ്റ്റ് തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതാ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് ബോക്സ് എന്ന് വിളിക്കാം നമുക്കിതിനെ. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിളാണ്. ഇപ്പോൾ എഗ്ഗ് അല്ലെങ്കിൽ ചിക്കനോ ഫിഷോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ 4 എണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് എന്നുള്ളതുകൊണ്ട് വളരെ സിമ്പിളാണ്. നമുക്ക് പരത്തിയെടുക്കാനൊന്നും പോവണ്ട. ഇനി ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക. എല്ലാവർക്കും അറിയായിരിക്കും സമൂസ ഷീറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും. കാരണം ലോ ഫ്ലെയിമിൽ വേണം അത് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. അത്രയും തിന്നായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ 4 എണ്ണവും ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്